കേരളത്തിനൊപ്പം നാളെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. വോട്ടെടുപ്പ് ഒരു മണ്ഡലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വോട്ടർമാർക്ക് വ്യാപകമായ തോതിൽ മദ്യവും പണവും വിതരണം ചെയ്തത് തെളിഞ്ഞതിനെ തുടർന്ന് അരുവാക്കുറിച്ചി മണ്ഡലത്തിൽ ആണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. ഇവിടെ 23-ന് പോളിംഗ് നടക്കും. അതേസമയം കേരളത്തിന് ഒപ്പം 19-ന് തന്നെയാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നേരത്തെ വോട്ടെടുപ്പ് പൂർത്തിയായ അസമിലും പശ്ചിമ ബംഗാളിലും വോട്ടെണ്ണൽ നടക്കുന്നത്. കേരളത്തിനൊപ്പം തന്നെ നാളെ ബൂത്തിലെത്തുകയാണ് തമിഴ്നാടും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും. രണ്ടിടങ്ങളിലെയും പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു. തമിഴ്നാട്ടിൽ 233 മണ്ഡലങ്ങളിലായി ആകെ 3776 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് ആകെ 5.5 കോടി വോട്ടർമാരാണ് ഉള്ളത്. മൊത്തം 65,615 ബൂത്തുകളാണ് വോട്ടിംഗിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 6300 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇവിടെ വൻ സുരക്ഷാസേനയെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതിനിടെ തമിഴ്നാട്ടിലെ അരുവാക്കുറിച്ചി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് 23-ലേക്ക് മാറ്റിവച്ചു. വോട്ടർമാർക്ക് വ്യാപകമായി പണവും മദ്യവും നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് അവിടെ വോട്ടെടുപ്പ് മാറ്റിവച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിൽ ഏകദേശം 100 കോടിയിലധികം രൂപയാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ മിക്ക മണ്ഡലങ്ങളിലും അണ്ണാ DMKയും DMK കോൺഗ്രസ് സഖ്യവും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. DMDK ജനക്ഷേമ മുന്നണി, BJP സഖ്യം, PMK എന്നിവർ രംഗത്തുണ്ടെങ്കിലും എത്ര സീറ്റ് പിടിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ മത്സരിക്കാൻ 6 ചേരികളുണ്ടെങ്കിലും കടുത്ത പോരാട്ടം ഭരണകക്ഷിയായ NR കോൺഗ്രസും കോൺഗ്രസ് DMK സഖ്യവും തമ്മിലാണ്. മാഹി ഉൾപ്പെടെ 30 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. തലസ്ഥാന ജില്ല ഉൾപ്പെട്ട തെക്കൻ ജില്ലകൾ ആർക്കൊപ്പം എന്നത് ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഒരു കൗതുക വിഷയമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായുള്ള 39 മണ്ഡലങ്ങളിൽ 34-ലും സിറ്റിംഗ് MLA-മാരാണ് മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് ഇടയിൽ ഇവരിൽ എത്ര പേർക്ക് സീറ്റ് നിലനിർത്താൻ കഴിയും എന്നത് പ്രവചനങ്ങൾക്ക് വഴങ്ങുന്നതല്ല. തെക്കൻ കേരളത്തിന്റെ മനസ്സു തേടി തിരുവനന്തപുരത്ത് നിന്ന് മഞ്ജിത് വർമ്മയുടെ റിപ്പോർട്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ 39 മണ്ഡലങ്ങളിൽ 34 എണ്ണത്തിലും സിറ്റിംഗ് MLA-മാർ തന്നെയാണ് മത്സരരംഗത്ത് ഉള്ളത്. LDF-ഉം UDF-ഉം ഇവരിൽ വിശ്വാസം പുലർത്തുന്നുണ്ടെങ്കിലും BJP BDJS സാന്നിധ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തെ വ്യത്യസ്തമാക്കും. മേഖലയിൽ 14 മണ്ഡലങ്ങൾ ഉള്ള തിരുവനന്തപുരത്ത് മിക്ക മണ്ഡലങ്ങളും പ്രവചനാതീതം ആയിക്കഴിഞ്ഞു. BJP BDJS സഖ്യം സുപ്രധാന മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം തീർക്കും. നേമത്ത് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ BJP. കഴക്കൂട്ടത്ത് വാഹിദിനെയും കടകംപള്ളിയെയും മറികടക്കാമെന്ന് V. മുരളീധരനും പ്രതീക്ഷിക്കുന്നു. വട്ടിയൂർക്കാവിൽ K. മുരളീധരനെയും TN സീമയെയും തോൽപ്പിക്കാമെന്നാണ് കുമ്മനത്തിന്റെയും കണക്കുകൂട്ടൽ. ചതുഷ്കോണ മത്സരത്തിലൂടെ തിരുവനന്തപുരത്ത് VS ശിവകുമാറിന് ആന്റണി രാജുവും ശ്രീശാന്തും ഒപ്പം ബിജു രമേശും വെല്ലുവിളിയാണ്. കോവളത്ത് ജമീല പ്രകാശവും കാട്ടാക്കടയിൽ N. ശക്തനും നെയ്യാറ്റിൻകരയിൽ ശെൽവരാജും കടുത്ത മത്സരം നേരിടുന്നു. BDJS സാന്നിധ്യം പല മണ്ഡലങ്ങളിലും വിധിയെഴുത്തിൽ നിർണായകമാകും. ആലപ്പുഴയിലെ 9 സീറ്റിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയ LDF ഇത്തവണ സിറ്റിംഗ് സീറ്റുകളായ കായംകുളത്തും കുട്ടനാട്ടും കടുത്ത മത്സരം നേരിടുന്നു. കുട്ടനാട്ടിൽ BDJS-ന്റെ സുഭാഷ് വാസു ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി വിജയപ്രതീക്ഷയിലാണ്. ചെങ്ങന്നൂരിൽ ചതുഷ്കോണ മത്സരമാണ് ഇത്തവണ. PC വിഷ്ണുനാഥിന് പാർട്ടി വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന ഭീഷണിയിലാണ് ശോഭന ജോർജ് അവിടെ. തോമസ് ഐസക്കിനും G. സുധാകരനുമെല്ലാം ഇത്തവണ മികച്ച എതിരാളികളാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ ആറന്മുളയാണ് ശ്രദ്ധാകേന്ദ്രം. വീണ ജോർജിലൂടെ ശിവദാസൻ നായരെ അട്ടിമറിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസം. എന്നാൽ BJP-ക്കായി ഇവിടെ ശക്തനായ MT രമേശും ഉണ്ട്. തിരുവല്ലയിൽ UDF-ലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അനുകൂലമാക്കുമെന്ന് മാത്യു T. തോമസ് കണക്കാക്കുന്നു. കോന്നിയിൽ അടൂർ പ്രകാശിന് കാര്യമായ പ്രശ്നമില്ലെങ്കിലും റാന്നിയിൽ രാജു അബ്രഹാമിനും അടൂരിൽ ചിറ്റയം ഗോപകുമാറിനും ഇത്തവണ ശക്തരായ എതിരാളികളുണ്ട്. കൊല്ലം ഇത്തവണയും LDF-നെ കാക്കുമെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ശക്തരായ എതിരാളികൾ പല മണ്ഡലങ്ങളിലും കൊല്ലത്ത് LDF-നുണ്ട്. ചവറയിൽ ഷിബു ബേബി ജോണിന് കടുത്ത വെല്ലുവിളിയുമായി വിജയൻ പിള്ളയുണ്ട്. കുണ്ടറയിൽ മെഴ്സിക്കുട്ടിയമ്മയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താനും കടുത്ത മത്സരം ഉയർത്തും. പത്തനാപുരത്ത് താരപോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് സസ്പെൻസാണ്. ചടയമംഗലത്ത് മുല്ലക്കര രത്നാകരനെ MM ഹസൻ ശ്രദ്ധേയമായ മത്സരം ഉയർത്തുന്നു. കോവൂർ കുഞ്ഞുമോനും A. അസീസും ശൂർനാട് രാജശേഖരനുമെല്ലാം മത്സരരംഗത്തെ സജീവ സാന്നിധ്യം. ഭരണവിരുദ്ധമോ ഭരണാനുകൂലമോ എന്താണ് തെക്കൻ കേരളത്തിന്റെ മനസ്സെന്ന് ഇത്തവണ പറയാൻ അത്ര എളുപ്പമല്ല. മധ്യകേരളം ആരുടെ കുത്തകയാണ്? കേരള കോൺഗ്രസിനും മലയോര കർഷകർക്കും തോട്ടം തൊഴിൽ മേഖലയ്ക്കും ഒരുപോലെ നിർണായക സ്വാധീനം ഉള്ള മധ്യകേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് പല പ്രമുഖരെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ സമരം ആണ്. KM മാണിക്കും PC ജോർജിനും ഫ്രാൻസിസ് ജോർജിനും എല്ലാം ഇത് ഒരു ജീവൻ മരണ പോരാട്ടം ആണ്. കൊച്ചിയിൽ നിന്ന് MS സജീവന്റെ റിപ്പോർട്ട്. വലതുപക്ഷത്തിൻ്റെ കോട്ടയെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മധ്യകേരളത്തിൽ ഇക്കുറി പൊരിഞ്ഞ പോരാട്ടമാണ്.
ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഇക്കുറി പതിവ് തെറ്റിക്കുമെന്നാണ് സൂചനകൾ. UDF-നൊപ്പം നിൽക്കുന്നതാണ് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളുടെ ശീലം. തൃശൂർ 2 മുന്നണികളെയും ഭരിക്കാറുണ്ട്. പതിവിന് വിപരീതമായി ഇക്കുറി ത്രികോണ മത്സരമാണ് 4 ജില്ലകളിലും പ്രകടമാകുന്നത്. കോട്ടയം ജില്ലയിൽ പാലാ, പൂഞ്ഞാർ എന്നിവിടങ്ങളിലാണ് പൊരിഞ്ഞ പോരാട്ടം. ബാർക്കോഴ ആരോപിതനായ KM മാണിക്ക് LDF-ലെ മാണി സി കാപ്പൻ കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളും BJP-യുടെ MN ഹരി നേടുന്ന വോട്ടുകളും മാണിക്ക് നിർണായകമാകും. PC ജോർജ് അനുകൂലികളുടെ വോട്ടും മാണി സി കാപ്പന് ലഭിച്ചാൽ പാലായിൽ അട്ടിമറി സംഭവിക്കും. PC ജോർജ് സ്വതന്ത്രനായി മത്സരിക്കുന്ന പൂഞ്ഞാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. UDF-ലെ ജോർജ് കുട്ടി അഗസ്തി, LDF-ലെ PC ജോസഫ് എന്നിവരാണ് എതിരാളികൾ. ശക്തമായ ചതുഷ്കോണ മത്സരത്തിൽ PC ജോർജ് ജയിക്കുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കത്തോലിക്ക വോട്ടുകൾ നിർണായകമായ ഇടുക്കി ജില്ലയിലെ ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിലാണ് വീറുട്ട മത്സരം. LDF-ന്റെ ഭാഗമായ ഫ്രാൻസിസ് ജോർജും സിറ്റിംഗ് MLA മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റും തമ്മിലാണ് ഇടുക്കിയിൽ പ്രധാന മത്സരം. ഉടുമ്പൻചോലയിൽ CPM-ലെ MM മണിക്ക് കോൺഗ്രസിലെ സേനാപതി വേണു ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ BDJS ശക്തമായ മുന്നേറ്റം നടത്തി മുന്നണികളെ അമ്പരപ്പിക്കുകയും ചെയ്തു. കത്തോലിക്ക വോട്ട് ആർക്ക് വീഴുമെന്നതും BJP-BDJS സഖ്യത്തിൻ്റെ കുതിപ്പുമാണ് ഇടുക്കിയിൽ വിധി നിർണ്ണയിക്കുകയെന്ന് വ്യക്തം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ് കടുത്ത മത്സരം. ബാർക്കോഴ ആരോപണത്തിൽ K ബാബുവിനെ വീഴ്ത്താൻ LDF സകല അടവുകളും പ്രയോഗിച്ചു. യുവ നേതാവ് M സ്വരാജ് നടത്തിയ മുന്നേറ്റം UDF-ന് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ തുറവൂർ വിശ്വംഭരനും മികച്ച പ്രചരണം കാഴ്ചവെച്ചു. ദളിത് യുവതി ജിഷയുടെ കൊലപാതകം വഴി പ്രചാരം വഴിതിരിഞ്ഞ പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA സാജു പോളിന് കോൺഗ്രസിലെ എൽദോ കുന്നപ്പള്ളി ഭീഷണിയാണ്. മന്ത്രി അനൂപ് ജേക്കബും CPM-ലെ MJ ജേക്കബും കനത്ത ബലാബലത്തിലാണ്. പിറവത്ത് അട്ടിമറി സാധ്യത നിലനിൽക്കുകയാണ്. കോൺഗ്രസ് വിമതൻ KJ ലീനസ് കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷന് കടുത്ത ഭീഷണിയാണ്. കുന്നത്തുനാട്ടിലും കോൺഗ്രസിന് ശക്തമായ വെല്ലുവിളിയുണ്ട്. ഫ്രാൻസിസ് ജോർജ് വിഭാഗം LDF-ൽ എത്തുന്നത് കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, അങ്കമാലി മണ്ഡലങ്ങളിൽ UDF-ന് തിരിച്ചടിയായേക്കും. തൃശ്ശൂരിൽ ത്രികോണ മത്സരം കൊഴുക്കുന്നതാണ് അവസാന ദിവസങ്ങളിൽ കണ്ടത്. ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഇടതു വലതു മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമാണ് മധ്യ കേരളത്തിലുള്ളത്. BDJS-ഉം BJP-യും ചേർന്നുള്ള സഖ്യം പിടിക്കുന്ന വോട്ടുകളും ഇടതു വലതു മുന്നണികളുടെ ഗതി നിർണ്ണയിക്കുമെന്ന് വ്യക്തം. കൊച്ചിയിൽ നിന്ന് കൗമുദി TV-ക്ക് വേണ്ടി MS സജീവൻ. ബിനാർ TMT ബാലറ്റ് ന്യൂസിൽ മറ്റൊരു ഇടവേള കൂടി.